നമസ്കാരം. ആപ്റ്റിറ്റ്യൂഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ലേറ്റസ്റ്റ് പി എസ് സിയുടെ അപ്ഡേറ്റ്സ് ആണ്. ഇതിൽ ആദ്യത്തേത് മൂന്നാം ഘട്ടത്തിൽ ഡിഗ്രി പ്രിലിംസിൻ്റെ മൂന്നാം ഘട്ടത്തിൽ 16 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തത് തന്നെയാണ്. ഈ 3 പ്രിലിംസും കൂടെ ആകെ 31 ചോദ്യങ്ങളാണ് പി എസ് സി ഡിലീറ്റ് ചെയ്തത്. 5 ഉത്തരം തിരുത്തിയാൽ അതിൽ ചിലതൊക്കെ തെറ്റുണ്ടായിരുന്നു. അത് സ്വാഭാവികം. ഈ ജൂൺ 15 നടന്നതിൽ 16 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു. അത് നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്തെന്നുള്ളത്. അങ്ങനെ ഈ 31 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് എന്തായാലും അത്ര നല്ല പ്രവണതയല്ല. പഠിക്കുന്ന കുട്ടികളെ സാരമായി ബാധിക്കും. അത് ഒരു ക്വസ്റ്റ്യൻ മതി, ഒരു മാർക്ക് പോയാൽ മതി, ചിലപ്പോൾ ലിസ്റ്റിൽ നിന്ന് പുറന്തള്ളപ്പെട്ടേക്കാം. അത് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്, ചോദ്യങ്ങൾ ഒഴിവാക്കൽ, ഇത് തിരുത്തണം. പി എസ് സി പരീക്ഷകളിൽ കണക്കിലധികം ചോദ്യങ്ങൾ ഒഴിവാക്കുകയും തിരുത്തുകയും ചെയ്യുന്ന സാഹചര്യം കൂടി വരികയാണ്. ശരിയാണ്, പണ്ടുമുണ്ട്, ഇപ്പോഴെന്നല്ല, പണ്ട് ഇത് തന്നെയാണ് പരിപാടി. ഇവരുടെ കുറേ ചോദ്യകർത്താക്കളും മണ്ടന്മാരായിട്ടുള്ള എക്സ്പേർട്സും. അതേ എനിക്ക് പറയാനുള്ളൂ ഈ കാര്യത്തിൽ. കറക്റ്റ് ആൻസർ ഉള്ളത് ഞാൻ ഡിലീറ്റ് ചെയ്യും. പിന്നെ ഇവനൊക്കെ എന്തിനാണ് എക്സ്പേർട്ടാണെന്നും പറഞ്ഞ് നടക്കുന്നത്, പിള്ളേരുടെ ഫ്യൂച്ചർ തീർക്കാനായിട്ട്. അത് ട്രോളുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളിൽ ആകെ 31 ചോദ്യങ്ങൾ ഒഴിവാക്കി. പരീക്ഷയുടെ നിലവാരം അനുസരിച്ച് ഒഴിവാക്കുന്ന ചോദ്യങ്ങളുടെ കണക്ക്. നമ്മൾ ചാനലിൽ ഇട്ടിരുന്നതാണ്, ഇതിനെപ്പറ്റി സംസാരിച്ചതുമാണ്. വലിയ കാര്യമായ നോട്ടിഫിക്കേഷനൊന്നും ഇത്തവണ ഇല്ല. പിന്നുള്ളത് റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു 3-ാം വർഷം LGSൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യമാണ്. അതായത് ഇതുവരെ നിയമന ശുപാർശ LGSൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എല്ലാം കൂടെ കിട്ടിയത് 5254 പേർക്കാണ്. വളരെ ശോകമാണ് നിയമന ശുപാർശയൊക്കെ LGSൻ്റെ. ഇനിയിപ്പം വരുന്ന പുതിയ LGS എന്നൊക്കെ നല്ല നിയമനം ഉണ്ടാകുമായിരിക്കും. 2026 പുതിയ ഇലക്ഷൻ വരുമല്ലോ, ഒരു ഭരണമാറ്റമൊക്കെ മുന്നിൽ കണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കത്തില്ല. ഇതിപ്പോൾ 2 വർഷമായി ഈ പഴയ LGSൻ്റെ ഇത് വന്നിട്ട്. എത്രയായി? 2 വർഷം. പാവപ്പെട്ട പിള്ളേർക്ക് ജോലി കൊടുക്കാനേ ഉള്ളൂ സാമ്പത്തിക പ്രതിസന്ധി. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഈ ചാനൽ കാണുന്നവരോട്, PSCയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും കൂടെ നിങ്ങൾ കൈവെക്കണം. MDS പോസ്റ്റ് ഉണ്ട് അവിടെ, +2കാർക്ക് CHSലുണ്ട്. ഇവിടെ തന്നെ കാട്ടി എന്തുകൊണ്ടും ഭേദമാണ്. ഇനി സിവിൽ എക്സൈസ് ഓഫീസർ 9 ജില്ലയിൽ ഷോർട്ട് ലിസ്റ്റായി. വളരെ നല്ല കാര്യം. അതിൽ നിങ്ങൾ നിയമനം കൊടുത്താൽ മതിയായിരുന്നു. അസിസ്റ്റൻറ്റ് സർജൻ റാങ്ക് ലിസ്റ്റിൽ 1370 പേർ. പിന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ലിസ്റ്റിൽ 63 പേർക്ക് കൂടെ അഡ്വൈസ് ആയിട്ടുണ്ട്. HST ഹിന്ദി 3 ജില്ല റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലെ ആണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിലെ റാങ്ക് ലിസ്റ്റ് വൈകാതെ പ്രസിദ്ധീകരിക്കും. പിന്നെ കമ്പനി കോർപ്പറേഷൻ ബോർഡിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. അത് മറ്റേ കേസ് ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡൊക്കെ വരുന്ന 2ാം ഘട്ട കമ്പനി ബോർഡിൽ 71 പേർ കൂടെ ഉടൻ നിയമനമുണ്ട്. പിന്നെ എന്താണ് UPSC പരീക്ഷയെ പറ്റിയാണ്. അതിൽ 91% സ്ത്രീകളാണ്. അതെന്ത് ആയിക്കോട്ടെ, ആർക്കായാലും ജോലി കിട്ടട്ടെ. SIയുടെ റദ്ദായ റാങ്ക് ലിസ്റ്റിലെ 86 പേർ കൂടി ഉടൻ നിയമനം. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് 86 പേർ കൂടി ഉടൻ നിയമനം ലഭിക്കും. ജൂൺ 6 റദ്ദായ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. ഇതോടെ ആകെ നിയമന ശുപാർശ 608 ആവും. 139 NJD ആണ്. ഞാൻ നോക്കി, പുതിയ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അടുത്ത ആഴ്ചത്തെ തൊഴിൽ വീതിയിലുണ്ടാവും കാര്യമായ നോട്ടിഫിക്കേഷൻ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 16 എഞ്ചിനീയർ അസിസ്റ്റൻറ്റ്. നാറ്റ്പാക്കിൽ 100 ഒഴിവ്. നാറ്റ്പാക്ക് തിരുവനന്തപുരത്തെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെൻറ്ററിൽ വിവിധ പദ്ധതികൾ നടത്തുന്ന താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള 100 ഒഴിവാണത്. പിന്നെ പട്ടികവർഗ വികസന വകുപ്പിൽ 140 മാനേജ്മെൻറ്റ് ട്രെയിനി. വേറൊരു അപ്ഡേറ്റ് ഉണ്ട്. റിസർച്ച് അസിസ്റ്റൻ്റ് ഉൾപ്പെടെ 14 തസ്തികയിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചു. മറ്റ് തസ്തികകൾ കാർഷിക വികസന ക്ഷേമ വകുപ്പിൽ അഗ്രികൾച്ചറൽ ഓഫീസർ, ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകൾ അസോസിയേറ്റ് പ്രൊഫസർ തുടങ്ങി അങ്ങനെ 14 പോസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്. വരുമ്പോൾ അതിൻ്റെ വന്നു കഴിഞ്ഞാൽ ഇട്ടേക്കാം പുതിയ അപ്ഡേറ്റ്സിലെ. പിന്നുള്ളത് ആളെ കുറയ്ക്കൽ വ്യാപകം. ലിസ്റ്റുകളിലൊക്കെ ആളെ കുറയ്ക്കുന്ന ഒരാൾ ചോദിച്ചിരിക്കുകയാണ് ഡൗട്ട്. PSC അടുത്തിടെ പ്രസിദ്ധീകരിക്കുന്ന ഷോർട്ട് ലിസ്റ്റുകളിലെല്ലാം ഉദ്യോഗാർത്ഥികൾ തീരെ കുറവാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ലിസ്റ്റിൽ ആളെ ഉൾപ്പെടുത്താനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്? റിപ്പോർട്ട് ചെയ്ത ഒഴിവ്, ലിസ്റ്റിൻ്റെ കാലാവധിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒഴിവ്, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ തുടങ്ങിയ വിവരങ്ങളെല്ലാം വിലയിരുത്തിയ ശേഷമാണ് നേരത്തെ വിവിധ ലിസ്റ്റുകളിൽ PSC ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഈ രീതിക്ക് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടത്തിയിട്ടുള്ള അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ലിസ്റ്റിൽ നിന്ന് നടക്കാൻ സാധ്യതയുള്ള നിയമനത്തിൻ്റെ എണ്ണം കണക്കാക്കുകയും റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് നിശ്ചിത എണ്ണം തീരുമാനിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അറിയുന്നു. ഇതിൻ്റെ 3 ഇരട്ടി ഉദ്യോഗാർത്ഥികളെ മെയിൻ ലിസ്റ്റിലും 5 ഇരട്ടി സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെടുത്തുക. പുള്ളി ചോദിച്ചത് PSC അടുത്തിടെ പ്രസിദ്ധീകരിക്കുന്ന ഷോർട്ട് ലിസ്റ്റുകളെല്ലാം ഉദ്യോഗാർത്ഥികൾ തീരെ കുറവാണ്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. മെയിൻ ലിസ്റ്റ് ആളെ കുറഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ നിന്ന് എല്ലാവരും എടുക്കുന്ന വഴി റാങ്ക് ലിസ്റ്റിനെ റദ്ദായി പോകും. അങ്ങനൊരു കാര്യം കിടപ്പുണ്ട്. ജൂനിയർ ഇൻസ്പെക്ടർ വിജ്ഞാപനം ഈ വർഷം ഉണ്ടോ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. ജൂനിയർ ഇൻസ്പെക്ടർ വിജ്ഞാപനം ഈ വർഷം കാണാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സെപ്റ്റംബർ 5 പരീക്ഷ നടക്കുകയാണ്. ഈ തസ്തികയുടെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് 3 വർഷ കാലാവധി പൂർത്തിയാക്കിയുള്ള പുതിയ റാങ്ക് ലിസ്റ്റുകൾ വരും. അപ്പോൾ പുതിയ വിജ്ഞാപനം ഈ വർഷം ഉണ്ടാകില്ല ജൂനിയർ ഇൻസ്പെക്ടർ എന്നാണ് പറയുന്നത്. വേറെ പുതിയ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനകത്ത് പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോഴത്തേക്ക് ഇട്ടേക്കാം. ഇന്ത്യൻ ബാങ്കിൽ 1500 അപ്രൻറ്റീസ്. കേരളത്തിൽ 44 അവസരമുണ്ട്. ബിരുദധാരികൾക്കാണ് അവസരം. ഇന്ത്യൻ ബാങ്കിൽ അപ്രൻറ്റീസ് ആകാം. കേരളത്തിലെ 44 ഒഴിവുകൾ ഉൾപ്പെടെ 1500 അവസരം.
ജൂലൈ 31 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട വിധം അവരുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ അവരുടെ ഓൺലൈനാണ്. www.nats.education.government.in. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ 195 ഒഴിവുകൾ. സേനകളിൽ 450 ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസ്, അതിൽ MBBS കാർക്ക് ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ ഓഫീസറാകാനുള്ള അവസരമുണ്ട്. സ്ത്രീകൾക്കും അപേക്ഷിക്കാം. വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ MBBS ഉണ്ടെങ്കിൽ അയയ്ക്കുക.